ഡേയ് ഡേയ് സുറോ. ഇതെന്ത് കഷ്ടാ നോക്കിയേ. ഈ മനുഷ്യന്റെ നേരം വിളിച്ചാണതിന് മുന്നുള്ള മീൻ പിടിക്കാൻ പോക്ക് കാരണം ഇന്റെ ഉറക്കാണ് ഇടങ്ങറാവണതേ. പോണോരൊച്ച ഉണ്ടാക്കാതെ എണീറ്റ് പോയിക്കോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ഇന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് സമാധാനം ഇല്ലാത്ത മട്ട. മീൻ പിടിക്കാൻ പോയിട്ട് മീൻ കിട്ടാറുണ്ടോ എന്നുള്ള കമന്റ് ഞാൻ കണ്ടിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ വഴിയേ പറയാം. എന്റെ ഏട്ടനെ പോലെ ഫിഷിങ്ങിനോട് ഇത്ര ഭ്രാന്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ പണിയായതൊക്കെ എടുത്തിട്ട് മൂപ്പര് പോയി. പിന്നെ ഞാൻ പോയി കിടന്ന് കുറച്ചേരം കൂടി ഉറങ്ങി. ആ ഉറക്കം കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പം 9 മണിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് പൂരിയും ബാജിയും ചായയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലത്തെ ചായയും ചായക്കടിയൊക്കെ സെറ്റ് ആയപ്പോഴത്തേനും മീൻ പിടിക്കാൻ പോയ ആള് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മീൻ പിടിക്കാൻ പോയിട്ട് മീൻ കിട്ടലുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണിത്. ഇതുപോലെ കുഞ്ഞു മീനുകൾ എപ്പോഴും കിട്ടും കേട്ടോ. വലിയ മീൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലെക്ക് തന്നെയാണ്. അതങ്ങനെ എപ്പോഴും ഒന്നും കിട്ടൂല. പക്ഷെങ്കിൽ ഇതുപോലത്തെ ചെറിയ മീൻ എപ്പോഴും കിട്ടും കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ചെറിയ മീനെ വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പിടയ്ക്കണ ഫ്രഷ് മീൻ ആയതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ കഴിയുന്ന പരിപാടിയൊന്നും ഇല്ല. കൊടന്ന അപ്പം തന്നെ ക്ലീൻ ചെയ്യുക, മസാല കൂട്ടി വറുക്കുക, കഴിക്കുക. അങ്ങനെ ഞാൻ ആ കൊടന്ന മീനൊക്കെ നന്നാക്കി മസാല ഒക്കെ തേച്ച് വറക്കാൻ വെച്ചു. ചോറൊക്കെ റെഡി ആക്കിയപ്പോഴത്തേനും ഏട്ടന് ഒരു സൈഡിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വേറെ വെജിറ്റബിൾ ഐറ്റംസ് ഒന്നുമില്ല. ചിക്കൻ കറിയും ചോറും മീൻ വറുത്തതും ഇതാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി പെട്ടെന്ന് പണികളൊക്കെ തീർത്തു. പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് ചൂടോടെ ഫുഡ് കഴിച്ചു. ഏട്ടൻ്റെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു, മീൻ വറുത്തതും അടിപൊളിയായിരുന്നു. അടുത്ത പ്രാവശ്യം ഏട്ടൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ പോയാലോ എന്നൊരു ആലോചന ഉണ്ട്. ഉറക്കം കളയുന്ന കാര്യം ഇരിക്കുമ്പോൾ മടിയുണ്ട്. എന്തായാലും നോക്കാം.